കാര്യം നിസ്സാരമെന്ന് ഇലക്ഷൻ കമ്മീഷൻ, പ്രശ്നം ഗുരുതരമെന്ന് ഇന്ത്യ മുന്നണി. അപ്പോൾ വിഷയം എന്തായാലും സുപ്രീം കോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വോട്ട് ടേൺ ഔട്ട്, വോട്ട് പെർസെൻറ്റേജ്, എന്താണ് TG സാറിൻ്റെ ടേക്ക്? അതൊന്നുമില്ല. ഈ മരിക്കാൻ പോകുന്ന ആള് അവസാനത്തെ പരിശ്രമം കൂടെ നടത്തുന്നതാണ്. കോടതിയിൽ പോയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയൊന്നുമല്ല, അവരുടെ ഒരു പ്രോക്സി ആയിട്ടുള്ള ADR, എന്താണ് ഓൾട്ടർനേറ്റ് ഫോർ ഡെമോക്രസി ഓർ അസോസിയേഷൻ ഫോർ സംതിങ്, ദർ ഇസ് എ ലോങ് ഫോം ഫോർ ദാറ്റ്. അതൊരു സോറോസ് ഫണ്ടഡ് സംഘടനയാണ്. അവരാണ് EVM-നെതിരെ കേസ് കൊടുത്തിട്ട് 2 ആഴ്ച മുമ്പ് അതിൻ്റെ വിധി വന്നത്. അതിൽ തന്നെ സുപ്രീം കോടതി അസാമാന്യമായ അസംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഹർജി വന്നപ്പോൾ തന്നെ, വാട്ട് ഈസ് ദിസ്, എവറി 6 months യു ആർ കമ്മിങ് വിത്ത് എ പെറ്റീഷൻ, വാട്ട് ഈസ് ദിസ്, എനിവേ വീൽ അഡ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് തീർത്തു. ഇപ്പോൾ അടുത്ത പരിപാടി വേണ്ടിയിട്ട് പോയിരിക്കുന്നു. കോടതി ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന്. ഇവർക്ക് എന്താ ആവശ്യം? ഇലക്ഷൻ തീർന്ന പാടെ അങ്ങോട്ട് ഈ പെർസെൻറ്റേജ് അനൗൺസ് ചെയ്യണം. അത് ചെയ്യാൻ സാധ്യമല്ല. സി, ഇമാജിൻ ദ സൈസ് ഓഫ് അവർ ഇലക്ഷൻ. 97 കോടി വോട്ടർമാരാണുള്ളത്. 97 കോടി. അതിൽ കുറഞ്ഞത് ഒരു 65-70 കോടി അല്ലെങ്കിൽ 60 കോടിയൊക്കെ വോട്ട് ചെയ്യും. 60 കോടി വോട്ടർമാരെ ഈ PP ബട്ടൺ ഞെക്കിയിട്ട് ഇമ്മീഡിയറ്റ് യു വാണ്ട് റിസൾട്ട്, ഓ ഇറ്റ് ഈസ് സോഫ്റ്റ്വെയർ, ഇറ്റ് ഈസ് കമ്പ്യൂട്ടർ. നോ, ഇവരുടെ ആവശ്യം എന്താ? വോട്ടിങ് തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ പെർസെൻറ്റേജ് പറയണം. അതെങ്ങനെ നടക്കും ലക്ഷ്മി? കമ്പ്യൂട്ടറല്ലേ, കമ്പ്യൂട്ടറൊക്കെയാണ്, ബട്ട് യു കനോട്ട് ഡിക്ലെയർ ഇറ്റ് ബിക്കോസ് ഇതിനകത്തൊരു മാനുവൽ എലമെൻ്റ് ഉണ്ട്. പല പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഏജന്റുമാരുണ്ട്. അവരെല്ലാം നമ്മുടെ വോട്ടർ പട്ടികയിൽ അവർ ടിക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഓരോ ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ നോക്കിയിട്ട് 1116 TG മോഹൻദാസ് എന്ന് ഉറക്കെ വിളിച്ചു പറയും. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ആളാണ് വിളിച്ചു പറയുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും ടിക്ക് ചെയ്യും. അങ്ങനെ ഓരോന്നോരോന്നും ടിക്ക് ചെയ്യും. ഇത് കൂടാതെ ഇവരുടെ കയ്യിൽ ഒഫീഷ്യലി 17C എന്നാണ് എൻ്റെ ഓർമ്മ, അങ്ങനെ ഒരു ഫോം ഏജന്റുമാരുടെ കയ്യിലുണ്ട്. അതിൽ ടോട്ടൽ വോട്ട് ഇവർ രേഖപ്പെടുത്തും. അതുമായിട്ട് കൗണ്ടിങ്ങിന് ഇവർ ആ ഫോം ഉപയോഗിക്കും. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റിട്ടേണിംഗ് ഓഫീസറുടെ കയ്യിലുണ്ടാകും. അതിൻ്റെ ടോട്ടൽ എടുത്തിട്ടാണ് റിട്ടേണിംഗ് ഓഫീസർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. ദെൻ ഡിസ്ട്രിക്ട് കളക്ടർ ഇത് ഓൺവേർഡ്സ് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കും. അപ്പോൾ ഇത്രയും ചെയ്തു വരാൻ സമയമെടുക്കും. അല്ല, എനിക്ക് വോട്ട് തീർന്നാൽ ഉടനെ എണ്ണിയത് അറിയണം. എന്താ ഇവരുടെ ഉദ്ദേശം? എന്താ ഇവര് പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്താ? വോട്ട് കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദിയുടെ ആൾക്കാർ ഇരുന്നിട്ട് കുറെ വോട്ട് കൂടെ ചെയ്തിട്ട് ഇത് കൂട്ടുന്നു. 10 ദിവസം കഴിഞ്ഞാണ് പെർസെൻറ്റേജ് പറഞ്ഞത്. 10 ദിവസം മോദിയുടെ ആൾക്കാരിരുന്ന് വോട്ട് ചെയ്യരുത്. എന്ത് പ്രാന്തായത്? വോട്ടിങ് കഴിഞ്ഞാൽ വോട്ടിംഗ് മെഷീൻ മുഴുവൻ സീൽ ചെയ്തിട്ട് പോലീസ് കസ്റ്റഡിയിലാണ് സൂക്ഷിക്കുന്നത്. ഹൂ ഈസ് ഗോയിങ് ടു മാനിപ്പുലേറ്റ് ദാറ്റ്? ഹൗ ക്യാൻ യു മാനിപ്പുലേറ്റ് ദാറ്റ്? Suppose election commission does not declare the percentage, what is going to happen? Nothing is going to happen. Nothing is going to happen. ഈ അനാവശ്യമായി ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ഷൻ പ്രോസസ് ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ ഇതിൻ്റെ വിശ്വാസ്യത തകർക്കുക. ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. There was a time in 1971 ഇന്ദിരാഗാന്ധിക്കെതിരെ മഹാസഖ്യം, അന്നത്തെ ഇന്ത്യ മുന്നണി മഹാസഖ്യം, എവരിബഡി, ജനസംഘം, സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചാപ്പുചാവറൊക്കെയാണ് സംഘടനാ കോൺഗ്രസ് വളർന്നു. സംഘടനാ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് നിന്ന് അലക്സാണ്ടർ പറമ്പിത്ര ആണ് മത്സരിച്ചത് സംഘടനാ കോൺഗ്രസിന്. ഞാനന്ന് ചെറുപ്പമായിരുന്നു കൊണ്ട് ഈ ബെറ്റ് വയ്ക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പറമ്പിത്ര മാഷ് ജയിക്കും എന്ന് പറഞ്ഞിട്ട് 5 രൂപ മറ്റും ബെറ്റ് വെച്ചു. പിന്നെ കൂട്ടുകാരൻ്റെ കാല് പിടിച്ചു, അതിൻ്റെ കാശൊന്നുമില്ല അന്നത്തെ വാശിക്ക്. അങ്ങനെ ഞാൻ പോട്ടെ പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെട്ടു ഞാൻ. അപ്പോൾ പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിക്ക് ഭയങ്കര ഭൂരിപക്ഷം കിട്ടി. ഇവരെല്ലാം ഒന്നിച്ചു നിന്നിട്ട് പോലും they were trounced, തോറ്റ് തൊപ്പിയിട്ടു. അപ്പൊ അന്ന് വന്ന ഒരു ആരോപണം എന്താണെന്നറിയാമോ? ഈ ബാലറ്റ് പേപ്പറും മഷിയും റഷ്യയിൽ നിന്നാണ് അന്ന് നമ്മൾ കൊണ്ടുവന്നത്. അന്നത്തെ സോവിയറ്റ് യൂണിയൻ, ഇന്ന് റഷ്യ. സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ദിരാഗാന്ധി ഇത് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട്
സകല ബാലറ്റിലും ഇന്ദിരയ്ക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഒരു പ്രത്യേക മഷി വെച്ചിട്ട്, വേറൊരു മഷി വെച്ചിട്ട് സാധാരണ വോട്ടർമാരും അതിൽ വോട്ട് ചെയ്തു. രണ്ടു തരം മഷിയാണ്. ഇന്ദിരയ്ക്ക് വോട്ട് ചെയ്ത മഷി 48 മണിക്കൂർ കഴിയുമ്പോഴേ തെളിയുള്ളൂ. നമ്മൾ വോട്ട് ചെയ്യുന്ന മഷി 48 മണിക്കൂർ കഴിയുമ്പോൾ വാനിഷ് ചെയ്യും. ഇതാണ് മഷിയുടെ വ്യത്യാസം. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ആർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും പെട്ടി തുറന്ന് എണ്ണി കഴിയുമ്പോൾ ഒറിജിനൽ ഇന്ദിരാഗാന്ധിക്ക് വോട്ട് ചെയ്തിട്ടില്ല, അത് തെളിയും. നമ്മൾ ചെയ്ത വോട്ട് അത് മറയും. ഇങ്ങനെ ഒരു മഷി, ഇതിന് പറ്റിയ പേപ്പറുമാണ് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇത് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞന്ന് വലിയ ബഹളം നടന്നു. അതിന് സർപ്രൈസിംഗ്ലി അന്ന് BJP-യിലെ ജനസംഘമാണ്. ജനസംഘത്തിലെ 2 സ്റ്റാൽവേർഡ്സ് ഇതിൽ ഏറ്റുമുട്ടി. വൺ വാസ് അടൽ ബിഹാരി വാജ്പേയി, രണ്ടാമത്തത് ബൽരാജ് മധോക്. ഈ സീനിയോറിറ്റി നോക്കിയാൽ ബൽരാജ് മധോക്കാണ് വാജ്പേയിയേക്കാൾ സീനിയർ. ബട്ട് സ്റ്റിൽ ദേവർ അറ്റ് ലോവർ ഹെഡ്സ്. വാജ്പേയി പറഞ്ഞു, അതെ, തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ ഇങ്ങനെ തട്ടാമുട്ടിയൊക്കെ പറയരുത്, ഇത് എന്തൊരു ഇമാജിനേഷനാണ് ചേട്ടൻ്റെ. ചേട്ടൻ സമ്മതിക്കില്ല. ബൽരാജ് മധോക്ക് പറഞ്ഞു, ഇല്ല, ഈ കള്ളത്തിന് കാണും, നിങ്ങൾക്ക് അറിയില്ല റഷ്യക്കാരുടെ സാമർഥ്യം. അത് ഇത് അവര് ലാൽ ബഹദൂർ ശാസ്ത്രിയെ കൊന്നില്ലേ? നിങ്ങൾക്ക് വല്ല ട്രേസും കിട്ടിയോ? ഹി വാസ് കിൽഡ് ഇൻ താഷ്കെന്റ്. വാട്ട് അബൌട്ട് ദാറ്റ്? റഷ്യ വിൽ ഗോ ടു, സോവിയറ്റ് യൂണിയൻ വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. ഇതിന്റെ കൂടെ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരും കൂടെ കൂടി. അന്ന് നമ്മുടെ രാജധാനി ആരൊക്കെ കോടതിയിൽ പോകും. പിന്നെ എനിക്ക് ഓർമ്മയില്ല അത് എന്ത് സംഭവിച്ചു. ഇതുപോലത്തെ ഈ ഫാൻസി ഗ്രീവൻസസ് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു റീറണ്ണാണ് ഇപ്പം നടക്കുന്നത്. നത്തിങ് ന്യൂ. Now the issue is slightly different, but basic issue is same. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾ നിരന്തരം തോൽക്കുന്നതിൽ നിങ്ങൾ അമ്പരന്നിരിക്കുന്നു. അന്ന് മഹാസഖ്യത്തിന് ജനസംഘമടക്കം സംഭവിച്ചതാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞങ്ങൾ തോറ്റു. കാരണം ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് നിന്നല്ലേ ഞങ്ങൾ ജയിക്കണ്ടേ, ഞങ്ങൾ ജയിച്ചില്ല. അപ്പം എന്തോ കള്ളത്തരമുണ്ട് എന്ന് ഞാൻ. വാജ്പേയി ഒരു റിയലിസ്റ്റിക് ആയിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, നമ്മൾ തോറ്റു, ജനങ്ങൾ വോട്ട് ചെയ്തില്ല. ഈ ഡിഡൻ ക്ലിക്ക് നമ്മുടെ സഖ്യം കാര്യം ശരി, പക്ഷെ ജനങ്ങൾ അംഗീകരിച്ചില്ല. എന്ത് ചെയ്യും? ഈ ഇന്ത്യൻ മുന്നണിക്കുള്ള കുഴപ്പം ഇതാണ്. ദേ ഫീൽ ദേ ആർ വെരി ബിഗ്. ഒരറ്റത്ത് പിണറായി വിജയൻ, പിന്നെ സ്റ്റാലിൻ, പിന്നെ ചന്ദ്രശേഖർ റാവു, പിന്നെ നമ്മുടെ ബിജു ജനതാദൾ, അപ്പുറത്ത് മമതാ ബാനർജി, ഇപ്പുറത്ത് ഉദ്ധവ് താക്കറെ. ഇങ്ങനെ ഞങ്ങൾ വലിയ കോട്ട കെട്ടിയിരിക്കുകയാണ്. ഈ കോട്ട നിറച്ച് വിള്ളല. ഇവർ തമ്മിലും വഴക്കാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. ഒരു പെർസീവ്ഡ് യൂണിറ്റിയുമായിട്ട് അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ജനങ്ങളെ സമീപിക്കുന്നു. ജനങ്ങൾ ദേ ആർ സീയിങ് ത്രൂ ദ ഗെയിം ഓഫ് ഇന്ത്യ മുന്നണി. അപ്പൊ തോക്കുന്നു. തോറ്റു കഴിയുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ EVM-നെ കുറ്റം പറയാം. EVM-ന് വേറൊരു സ്വഭാവം കൂടെയുണ്ട്. ഇന്ത്യ മുന്നണി കണ്ടിട്ടുണ്ടോ? കർണാടകത്തിൽ കോൺഗ്രസ് ജയിച്ചു, അപ്പൊ EVM കൊള്ളാം. പെർസെൻറ്റേജ് ഒക്കെ കറക്റ്റ്. ഇലക്ഷൻ കമ്മീഷൻ വളരെ മാന്യന്മാരാണ്, അവർ കൃത്യമായിട്ട് പെർസെൻറ്റേജ് കൊടുത്തു. മഹാരാഷ്ട്രയിൽ കുറച്ച് ശരിയാണ്, കുറച്ച് തെറ്റാണ്. ഛത്തീസ്ഗഡ് വന്നപ്പോൾ മുഴുവൻ തെറ്റ്, മുഴുവൻ കള്ളത്തരം. രാജസ്ഥാൻ മുഴുവൻ കള്ളത്തരം. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ജയിച്ചു, 1-ാം തരം EVM. കറക്റ്റായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തി, ഫലപ്രഖ്യാപനം നടത്തി, പെർസെൻറ്റേജിന് ഒരു തെറ്റുമില്ല. പഞ്ചാബില് ഒരു പ്രശ്നമില്ല, കാരണം ജയിച്ചത് ആപ്പ. അപ്പൊ ആപ്പ് ഇവിടെ പിണറായി വിജയൻ ജയിച്ചില്ലേ? EVM-ന് കുറ്റമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ADR കേസിന് പോയില്ല. പിണറായി വിജയൻ 2 തവണ ജയിച്ചു. അതിനിടയ്ക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ജയിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത്, ആത്ത് ഈത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യനെ ആക്രമിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല. എവരിബഡി വാസ് വെയിറ്റിംഗ് ഫോർ പിണറായി ടു ഫെയിൽ, ബട്ട് ഹി വൺ. അപ്പൊ നിങ്ങൾ സർപ്രൈസ് ആയി കഴിയുമ്പോൾ നിങ്ങൾ EVM ശരിയല്ല, ഇലക്ഷൻ കമ്മീഷൻ ശരിയല്ല, റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിച്ച് വിളിച്ചാടും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് പോയിരിക്കുന്നു. സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എടോ എന്താന്ന് നോക്കുന്നത്, ഇപ്പം ടോട്ടൽ ടാലി പ്രഖ്യാപിച്ചില്ലെന്നോ അതൊക്കെ പറഞ്ഞു. നിങ്ങളുടെ റെസ്പോൺസ് അറിയിക്കുന്നു. ഇത് റെസ്പോൺസ് ഒക്കെ വന്നു കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വേസ്റ്റ് കേസ്, നരേന്ദ്രമോദി NDA തോക്കുന്നു, ഇന്ത്യ മുന്നണി ജയിക്കുന്നു. ടേക്ക് ഇറ്റ് ഫ്രം മീ, ADR ഈ കേസ് വിഡ്രോ ചെയ്യും. കൈൻഡ്ലി പെർമിറ്റ് us to withdraw my votes.
തനിക്കിപ്പോൾ പരാതിയില്ലേ? ഇല്ല, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. അതങ്ങനെ പറ്റിപ്പോയി വിഡ്രോ ചെയ്യും. ഇല്ലേ? ഡിലേയിങ് അല്ല. ദേ വാണ്ട് ടു ഡെന്റ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ ഇലക്ഷൻ പ്രോസസ് ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ. ഇത് മുഴുവൻ കള്ളത്തരമാണ് എന്ന് ജനങ്ങളിലൊരു സംശയം ഉണ്ടാകും. എന്തോ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഈ നാട്ടിൻപുറത്തെ ന്യായമില്ലേ, തീയില്ലാതെ പുകയുണ്ടാകുമോ? ആവർത്തിച്ച് പറയുമ്പോഴും ഇത് നമ്മുടെ തലയിൽ കയറാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് ഒരു നെറേറ്റീവ് റൺ ചെയ്യുന്നത് എങ്ങനെയാണ്. അതിനകത്ത് ഒരു ടെക്നിക്കാണ് റിപ്പീറ്റ് യുവർ ലൈഫ്, റിപ്പീറ്റഡ്ലി ഹാമർ ഇറ്റ്. EVM മോശമാണ്. അല്ല സുപ്രീം കോടതി അവിടെ നിൽക്കട്ടെ, EVM മോശമാണ്. ഹാമർ ചെയ്ത് ഈ ആണ് കയറിയവരുടെ തലയിൽ കയറി അത്രയായല്ലോ. ഒരു 5% ആൾക്കാരിൽ സംശയം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പോരെ. ഞാൻ അതുകൊണ്ടല്ലേ പറയുന്നു, ജൂൺ 4 ശേഷം NDA ആണ് ജയിക്കുന്നതെങ്കിൽ ലക്ഷ്മി എഴുതി വെച്ചോളൂ, കലാപങ്ങൾ തുടങ്ങും ഇന്ത്യയിൽ മൊത്തം. യെസ്, അവരുടെ സ്ക്രിപ്റ്റ് ഈസ് റെഡി, ദെയർ പീപ്പിൾ ആർ റെഡി, ദെയർ യൂണിവേഴ്സിറ്റീസ് ആർ റെഡി, എവറിഥിങ് ഈസ് റെഡി. അവരിത് ചെയ്യും. അപ്പൊ അത് ചെയ്യാനായിട്ട് ഒരു 5% ആൾക്കാരുടെ മോറൽ സപ്പോർട്ട് കിട്ടിയാൽ, 5% എന്ന് പറഞ്ഞാൽ എത്ര? 140 കോടിയുടെ 5% എന്ന് പറഞ്ഞാൽ 7 കോടിയാണ്. നോട്ട് എ സ്മോൾ ഫിഗർ ഇൻ ഹ്യൂമൻ നമ്പേഴ്സ്. 7 crores ഒരു 10%, 70 lakhs, 70 ലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ പല സ്ഥലത്തായിട്ട് തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭാരതം സ്തംഭിക്കും അല്ലേ? വെറും 27 ആൾ മതി ഈ എറണാകുളം നഗരം സ്തംഭിപ്പിക്കാൻ. 25,000, ജസ്റ്റ് ലിസൺ, 50,000 പേരെ ഉൾക്കൊള്ളുന്ന ഒരു മൈതാനം എറണാകുളത്തുണ്ടോ? ഇല്ല. 25 ഇല്ല. എറണാകുളത്തുള്ള ഏറ്റവും വലിയ മൈതാനം നമ്മുടെ മറൈൻ ഡ്രൈവ് മൈതാനമാണ്. ഐ തിങ്ക് അറൗണ്ട് 7,000-8,000, മേ ബി 10,000 മാക്സിമം. ഇതാണ് എറണാകുളത്തെ ഏറ്റവും വലിയ മൈതാനം. So imagine 25,000 people flooding Ernakulam city നിശ്ചലമാകും. You don't need much people to make India coming to a grinding halt. ഇതാണ് ഇവരുടെ ടെക്നിക്. Swamp the streets. They have already, എത്ര ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധിച്ചു നോക്കുക ഇവരുടെ ഈ ആന്റി നാഷണൽസിന്റെ പോസ്റ്റുകൾ, എസ്പെഷ്യലി ഈ ജമായത്തെ ഇസ്ലാമി ആൻഡ് അർബൻ നക്സൽ. ഇവരൊക്കെ they will look like Hindu. പിന്നെ ലക്ഷ്മിയേക്കാൾ വലിയ, ഇത് ചെറിയ പൊട്ടല്ലേ, മറ്റു വലിയ വട്ടപ്പൊട്ട്. അതവരെ അപ്രോച്ച് ചെയ്ത് ഇവര് അർബൻ നക്സൽസ് എടുത്തു കഴിഞ്ഞു. എവറി അർബൻ നക്സൽ വിൽ ഹാവ് എ ബിഗ് ബിന്ദി. ബിഗ് ബിന്ദി ഗ്രൂപ്പ് എന്ന് പറയും ഇവര്. BBG എന്നാണ് ഡൽഹിയിൽ ഇവരെ വിളിക്കുന്നത്. BBG എന്ന് പറയുമ്പോൾ ഇവരെയാണ് ഉദ്ദേശിക്കുന്നത്, ബിഗ് ബിന്ദി ഗ്രൂപ്പ് എന്നാണ്. സോ ദേ ആർ റെഡി. അവരുടെ സ്ക്രിപ്റ്റ് തയ്യാറാണ്, അവരുടെ ആൾക്കാർ തയ്യാറാണ്, എവറിഥിങ് ഈസ് റെഡി. അതിൻ്റെ കൂടെ എവറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ക്രെഡിബിലിറ്റി തകർക്കുക. ആകെ അവരുടെ സംശയം സുപ്രീം കോടതിയെ പറ്റിയാണ്. സുപ്രീം കോടതിയുടെ ക്രെഡിബിലിറ്റി തകർക്കണോ വേണ്ടയോ എന്ന് ഇതുവരെ അവർ തീരുമാനിച്ചിട്ടില്ല. ബിക്കോസ് സുപ്രീം കോടതി ജഡ്ജസ് സംടൈംസ് ഗോ റൈറ്റ് സൈഡ്, സംടൈംസ് ഗോ ലെഫ്റ്റ്വേർഡ്സ്, അക്കോർഡിംഗ് ടു ദം. കേട്ടോ, ഐ ആം നോട്ട് മേക്കിംഗ് ആൻ അലിഗേഷൻ, ബട്ട് അക്കോർഡിംഗ് ടു ദം ഇത് ഇങ്ങോട്ടും പോകുന്നു അങ്ങോട്ടും പോകുന്നു. കേജ്രിവാളിന് ജാമ്യം കൊടുത്തു, അതേസമയം EVM-ന് കേടില്ല എന്നും ജഡ്ജ്മെന്റ് എഴുതിയ രണ്ടും ഒരേ ജഡ്ജിമാരാണ് താൻ. സോ ദേ ആർ ബിറ്റ് കൺഫ്യൂസ്ഡ് അബൌട്ട് കോർട്ട്. ബട്ട് ഇവരുടെ അജണ്ടയിൽ, അവരുടെ ടെക്നിക്സിൽ ഒരു ഇതാണ് അണ്ടർമൈൻ ദ ഗവൺമെന്റ് ഓർ ദ ഡെമോക്രസി ത്രൂ കോർട്ട്. ഇമാജിൻ, വാരാണസിയിലും മോദി ജയിച്ചു. ഒരു ഇലക്ഷൻ പെറ്റീഷൻ ഒരാൾ ഫയൽ ചെയ്യുന്നു, അലഹാബാദ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും. അലഹാബാദ് ഹൈക്കോടതി അത് തള്ളും. ഹി വിൽ ഗോ വിത്ത് ആൻ അപ്പീൽ ടു സുപ്രീം കോർട്ട്. ആൻഡ് സുപ്രീം കോർട്ട് പറയുകയാണ് മോദിയുടെ ഇലക്ഷൻ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താവും ഭാരതത്തിലെ സ്ഥിതി? ദിസ് ഈസ് ഹൗ they plan to undermine democracy through Supreme Court. Extortion through court എന്ന് നമ്മളെ പഞ്ചാബിലെ ആരായിരുന്നു അത്? പഞ്ചാബിലെ IPS ഓഫീസർ, പഞ്ചാബിലെ ഖാലിസ്ഥാനികളെയൊക്കെ അമർച്ച ചെയ്ത സിഖുകാരൻ KPS ഗിൽ.
KPS ഗിൽ പറഞ്ഞിരുന്നു എക്സ്റ്റോർഷൻ ത്രൂ കോർട്ട്, ഈ ക്രിമിനൽസിനെയൊക്കെ എൻകൗണ്ടറിൽ മരിച്ചു പോകില്ല, ഇതെല്ലാം ഫേക്ക് എൻകൗണ്ടർ ആണെന്ന് പറഞ്ഞിട്ട് യു ഗോ ടു സുപ്രീം കോർട്ട് ആൻഡ് യു മാനേജ് ദ കേസ് ദർ. ഒരു അല്പം സോഫ്റ്റ് ആയിട്ടുള്ള ജഡ്ജിയുടെ ബെഞ്ചിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യുക. അദ്ദേഹത്തിന്റെ സ്പീച്ച് എന്നൊക്കെ നമുക്കറിയാം, ഏകദേശം ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന ഒരു രോമാഞ്ചം വരുന്ന ഒരു ജഡ്ജിയാണ്. നോട്ട് ബിക്കോസ് ഹി ഈസ് ബയാസ്, ബട്ട് അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അദ്ദേഹത്തിന് സാർ കണ്ടില്ലേ വെടി വെച്ചു കൊന്നു, റൂട്ടിലിട്ട് കൊന്നു, 10 ലക്ഷം രൂപ കൊടുക്കുക അല്ലേ. അതെ, ഈ പ്രോസസ്സിനെയാണ് KPS ഗിൽ എക്സ്റ്റോർഷൻ ത്രൂ കോർട്ട് എന്ന് പറഞ്ഞത്. അതൊരു TV ചർച്ചയിലായിരുന്നു. ബർഖാദത്തിന്റെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്. ബർഖാദത്ത് പറഞ്ഞു, സീ ദ കോർട്ട് ഹാസ് ഡിസൈഡഡ്. ഇദ്ദേഹം ഒരു ക്യാരക്ടർ സ്റ്റൈലുണ്ട്, ഈ മീശ ഇങ്ങനെ ഒരു വിരലിങ്ങനെ മുളക്കിയിട്ട് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് എക്സ്റ്റോർഷൻ ത്രൂ കോർട്ട്. അതിനൊരു ആൻസർ KPS ഗില്ലിൽ നിന്ന് ഒരു റിട്ടയർഡ് IPSകാരനാണ് ഗില്ല്. ബട്ട് ഇറ്റ് ഈസ് ട്രൂ. അപ്പൊ ഇങ്ങനെ കോടതി വഴിക്ക്, കേസ് വഴിക്ക്, പല വഴിക്ക് അണ്ടർമൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. Hope we are prepared for that. യെസ്, ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഞാനിത് പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. എന്താ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭയം വേണ്ട, ജാഗ്രത മതി. Right.